നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം. നാഗോഭാതി മദേനഖം ജലധരേ പൂർണേന്ദുനാ സരോവരേ ശീലേന പ്രമദാ ജവേന തുരഗോ നിത്യോത്സവേർമന്ദിരം. വാണീ വ്യാകരണേന ഹംസമിഥുനേർനദ്യ സഭാ പണ്ഡിതൈ സൽപുത്രേണ കുലം നൃപേണ വസുധ ലോകത്രയം ഭാനുനാ. ആന മദജലം കൊണ്ടും ആകാശം മഴക്കാർ കൊണ്ടും സ്ത്രീ ശീലഗുണം കൊണ്ടും കുതിര വേഗത കൊണ്ടും ഗൃഹം നിത്യാഹ്ലാദം കൊണ്ടും ഭാഷ വ്യാകരണം കൊണ്ടും നദികൾ അരയന്നക്കൂട്ടങ്ങളെ കൊണ്ടും സഭ പണ്ഡിതന്മാരാലും കുലം നല്ല പുത്രനാലും ഭൂമി രാജാവിനാലും ത്രൈലോക്യം സൂര്യനാലും ശോഭിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ശോഭ കൂടുന്നത് എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ശ്ലോകമാണിത്. അതിനായിട്ട് ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമ്മുടെ ഗൃഹാന്തരീക്ഷം സുഗമമാകണമെങ്കിൽ അവിടെ ആഹ്ലാദം ഉണ്ടാകണം, സന്തോഷമുണ്ടാകണം. അതിനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കണം എന്നുകൂടി എടുത്ത് പറയുന്നു. അതിനു വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായ കുറേ ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞത്. നാഗോഭാതി മദേന ഖം ജലധരൈ പൂർണേന്ദുനാ സർവരീ ശീലേന പ്രമദാ ജവേന തുരഗോ നിത്യോത്സവേർമന്ദിരം. വാണീ വ്യാകരണേന ഹംസമിഥുനേർനദ്യ സഭാ പണ്ഡിതൈ സൽപുത്രേണ കുലം നൃപേണ വസുധ ലോകത്രയം ഭാനുനാ. നന്ദി, നമസ്കാരം.